വി എസിനെ കാത്തു നിൽക്കുന്ന ജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി എസിൻ്റെ ജീവിത പോരാട്ടം, രാജവാഴ്ചയ്ക്കെതിരെ, ജന്മിത്തത്തിനെതിരെ, അതുപോലെ പിന്നീട് നടന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെല്ലാം വി എസ് ശക്തമായി പ്രതികരിച്ച വി എസ്, ആ വി എസിനെയാണ് ജനങ്ങൾ ഓർത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ പ്രിയ നേതാവിനായി അവർ കാത്തു നിൽക്കുന്നത്. വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നത്? വി എസ് നമ്മുടെ ഉയരാണ്, ഉയര് പാർട്ടിയുടെ എല്ലാം. അദ്ദേഹത്തിനെ കാണാനാണ് നമ്മളെ ഈ സഖാക്കളെല്ലാം വിളിക്കുന്നത്. വി എസിനാണ് വലിയ ഒരു ആവേശമായിരുന്നു വി എസിൻ്റെ. തീർച്ചയായിട്ടും ആവേശം തന്നെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തിൻ്റെ മുടികൂടാമഞ്ഞൻ അദ്ദേഹത്തെ അവസാനം കാണുന്നത് ആവേശം തന്നെയാണ് പാർട്ടിക്കാർക്ക്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉയരായിരുന്നു വി എസ് എന്നാണ് അനുസ്മരിക്കുന്നത്. വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ ഓർത്തെടുക്കുന്നത്? നമ്മൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഈ കാണാൻ വേണ്ടി വന്നിറങ്ങുന്ന മുഴുവൻ പേരും മഹാഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരാണ്. യുവജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങളെല്ലാം കണ്ണേ കരളെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ വി എസിനെ എക്കാലവും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹം അനശ്വരനായി ജീവിക്കുമെന്നുള്ളതാണ്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ അല്ലേ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് നേതാവല്ല, വി എസ് കമ്മ്യൂണിസ്റ്റിന്റെ പാരമ്പര്യം മുമ്പോട്ട് നയിക്കുന്നുണ്ട്, ഏറ്റവും ശക്തമായി തുടരും. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് വി എസ് എന്ന നേതാവ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി, നിയമസഭാംഗമായി, മുഖ്യമന്ത്രിയായി, ഭരണപരിഷ്കരണ കമ്മീഷനായി കേരളത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ, അതുല്യ സംഭാവനകൾ, അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ആളുകൾ വി എസിനായി ഇവിടെ കാത്തു നിൽക്കും. മൂന്ന് മുക്കിലും ധാരാളം ആളുകളാണ് കാത്തു നിൽക്കുന്നത്. ഷമി, ഷീജ കൂടി ചേരുകയാണ് ആറ്റിങ്ങലിൽ നിന്ന്. ഷീജ, 2:30 ദർബാർ ഹാളിൽ നിന്ന് വി എസിൻ്റെ മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റിയതാണ്. ആറ്റിങ്ങൽ എത്തുമ്പോഴേക്കും ഏതാണ്ട് 6 മണിക്കൂർ പിന്നിടുകയാണ്. വഴിനീളെ മഹാജനസഞ്ചയമാണ് വി എസിനായി ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നത്.